നമ്മുടെ ലാലില്ലേ, സിദ്ദിഖ് ലാല് സംവിധായകൻ നടനുമായ ലാൽ ഒരു ഇത് പറഞ്ഞേക്കുന്ന അതും ശരിയാ, മറ്റേതും. അപ്പോ നമ്മള് മറ്റേ ഈ ലാല്, അതായത് അതൊന്നും കഴിവോ എടുക്കുമല്ല മറ്റൊരു ഉണ്ടാക്കും. അതായത് ജഗദീഷ് ശ്രീകുമാർ സ്ക്രിപ്റ്റില്ലാത്ത ഡയലോഗ് പറയുന്നുണ്ട്, അതൊന്നും കഴിവോ എടുക്കുമല്ല, മറ്റു നടന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ സാധനം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് വേറെ സാധനം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ മോഹൻലാലിനെ പോലത്തെ ആക്ടർമാരുണ്ടല്ലോ, മറ്റേ ലാല്, ആ ലാലിനെ കുറിച്ച് മറ്റേ സിദ്ദിഖൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. എന്തോ ചെയ്യാൻ പോകുന്ന പറയാം, ഇയാൾ എന്തോ ചെയ്യാൻ പോണെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ഇയാൾ അതിന് ഈ അഭിനയിക്കുന്നതിന് അല്ലെങ്കിൽ സീൻ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഇയാൾ മറ്റേ കോമഡിയൊക്കെ പറഞ്ഞിരിക്കും. ഓരോരുത്തരും ഓരോ തരത്തിലല്ലോ അഭിനയിക്കുന്നത്. അവർ ചിലപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് ഡയലോഗ് ഓർത്ത് വെച്ച് അഭിനയിക്കുന്നവരുണ്ട്, അത് പറയുന്നവരുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ അതിന്റെ ഇടയിൽ ഇന്ററപ്റ്റ് ചെയ്യൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും ആളുകൾക്ക്. അപ്പൊ ഡയലോഗ് എഴുതിയവരൊക്കെ കൂടെ കൂടി ഒരു സാധനം ചെയ്തിട്ടുണ്ട്, ശരിയാ. പക്ഷെ ഇടയ്ക്ക് വേണേ ഇംപ്രോവൈസ് ചെയ്യുന്ന പോലെ എന്തിനും വന്നിരിക്കാം. അതുടനെ അവിടുന്ന് ഓക്കെ, അത് വേണേ രണ്ടാമത് ഇവർക്ക് വേണമെങ്കിൽ വളരെ കാര്യമായിട്ട് ഒന്നുകൂടെ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും ചെയ്യാം. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അഭിനയിച്ച് സിനിമ ഭംഗിയാക്കുക എന്നുള്ളതാണല്ലോ. രണ്ടാമത് ചെയ്യാം. പക്ഷെ ഇതെന്ന് വെച്ചാൽ അങ്ങനല്ല. അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് സ്പോട്ടിൽ വന്ന് മിണ്ടായിരിക്കും. ചിലപ്പോ ഈ സ്പോട്ടിൽ വന്നാൽ അത് വലിയ സംഭവമായിട്ട് കാണിക്കും. ഞാൻ വലിയ പുള്ളിയാ, എനിക്ക് ഭയങ്കര സ്പോട്ടാ. ഇതൊന്നും അവർക്കൊന്നും ഇല്ലാത്തൊന്നും ആയിരിക്കത്തില്ല. ആനയ്ക്ക് ആരാ മോൻ, എന്തോട് ഗോഡ് ഫാദർ മിമിക്രിക്കാരടിക്കുന്ന പോലെ ജഗതിയുടെ അടുത്ത് എല്ലാം നടക്കും. ജഗതിയുടെ എല്ലാ സാധനമുള്ള ആളാണ്. സ്പോട്ട് നല്ല ഹ്യൂമർ സെൻസും നല്ല ആക്ടറും ഒക്കെയാ. ഇവര് മോശക്കാരൊന്നും അല്ല. ഈ പറഞ്ഞ സിനിമയൊക്കെ ഇത്ര ഹിറ്റുകൾ ഇതിനകത്തെ മിടുക്കിനപ്പുറത്തൊരു കാര്യമുണ്ട്. മിടുക്കിനപ്പുറത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊഫഷനായിട്ട് കാണും, ഇതൊരു തൊഴിലായിട്ട് കാണുകയും അതിനകത്ത് ഉത്തരവാദിത്തം കാണിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. കൂടെ ജോലി ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന പോലത്തെ പരിപാടി കാണിച്ചിട്ട് ഞാൻ മിടുക്കനാന്ന് പറയുന്ന മറ്റടുത്ത പരിപാടിയല്ല ഇത്. ഈ ഓഫീസുകളിലൊക്കെ ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെ, ഈ ജോലി ചെയ്യുന്നിടത്ത് വർക്ക് സ്പേസിൽ ചില മനുഷ്യരിങ്ങനെ ഉണ്ടാവില്ലേ, ഇങ്ങനെ വന്നിട്ട് നൈസായിട്ട് വന്നിട്ട് കുണച്ചിട്ട് അടിച്ച് നമുക്കിട്ട് ഒരു ഓർമ്മ തരും, എന്നിട്ട് ഇവരും മിടുക്കരായിട്ട് അങ്ങ് നിൽക്കും. അങ്ങനത്തെ ഒരു പരിപാടി അവതരിപ്പിക്കുന്ന കാറ്റഗറി സാറുമാരും ഉണ്ട്. എല്ലാ സാറുമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഈ സാറുമാരുടെ പരിപാടി അത് മനസ്സിലാവുണ്ടോ? ഞാൻ പറഞ്ഞ അറിയുള്ളൂ. ഇപ്പൊ ലാലെന്ന് പറയുന്ന ആളുടെയും സിദ്ദിഖ് ലാലും കൂടെ ഒന്നിച്ച് ഇറക്കിയേക്കുന്ന രാംജിറാ സ്പീക്കിങ്, ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, പിന്നെന്താ മാന്നാർ മത്തായി സ്പീക്കിംഗ്, ഹിറ്റ്ലർ, വേറെന്തോ ഉള്ള അതിനകത്ത് എന്തിനാട്ടെ ഇത്രയും പാഠങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ എന്താ പാഠം? അവര് ആ തരത്തില് അതുപോലെ തന്നെ മിമിക്രിയിലാണേലും ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഈ കലാഭവന്റെ. ഞാനും കണ്ടിട്ടുണ്ട്. അന്ന് ഇവരൊക്കെ കൂടെ അവതരിപ്പിച്ച സാധനമാണ് പിന്നീട് ഇങ്ങോട്ട് ഈ മിമിക്രി എന്ന് പറഞ്ഞ സാധനം ഇത്രയും കയറി വരുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന ആൾക്കാരാണ്. അതിനെ ട്രെൻഡിങ് ആക്കി സാധനം കൊണ്ടുവന്നവരാ. മനസ്സിലായല്ലേ? അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആബേലച്ചൻ ഉണ്ടെന്നുള്ളത് ശരിയാ, അതൊക്കെ ഓക്കെ സംഭവിച്ചു. പക്ഷെ എന്താ പറയുമ്പോ ഇവരെപ്പോലത്തെ ആൾക്കാരൊന്നുമല്ല ഇതിനകത്ത് ഇടപെട്ടതെങ്കിൽ മറ്റേ വേറെന്തെങ്കിലുമൊക്കെ ആയിപ്പോയത്. ഇല്ല, അങ്ങനെ ആ സാധനം വേറെ തരത്തിലായിരുന്നു. അവര് ഇവരുടെ ഒരു ഹ്യൂമർ സെൻസും പരിപാടി ഉണ്ടല്ലോ, ഇവരാണല്ലോ ഈ പരിപാടി ഉണ്ടാക്കുന്നത്. അത് പോട്ടർ ഇപ്പോഴാണല്ലോ ഈ പടങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ ഗോഡ് ഫാദർ പോലത്തെ സിനിമയൊക്കെ എന്ത് രസമാണ്. ഇപ്പോഴും കാണാം. അത് 80s കിഡ്സും വസന്തവും ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ പുതിയ പിള്ളേരാണെങ്കിലും കണ്ട അത്രയ്ക്ക് അങ്ങോട്ട് വെറുപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ആ കാലഘട്ടത്തിന്റെ സാധനമാണെന്ന രീതി കണ്ടു കഴിഞ്ഞാൽ കോമഡിയൊക്കെ വർക്കാവും. പിന്നെ ആ കഥയുടെ സസ്പെൻസ് വർക്കാവും. പിന്നെ അതിന് ഈ പറഞ്ഞ ലാഗില്ല നല്ല ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ലപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ചെയ്താണ് അതൊക്കെ. പിന്നെ ശരി, അത് കഴിഞ്ഞ് പുള്ളി ആക്ടിങ് വരുന്നു. ആക്ടിങ് എന്താ മോശമാണ്. എല്ലാവർക്കും നല്ലപോലെ സെന്റിമെന്റ്സും ആ വില്ലനായിട്ടൊക്കെ വന്ന ആ രീതിക്കാണെങ്കിൽ അങ്ങനെ ഒരു പേടിപ്പിക്കുകയൊക്കെ ചെയ്യും ഈ ലാലെന്ന് പറഞ്ഞാൽ. എനിക്ക് കന്മത്തിലെ സീനൊക്കെ ഓർമ്മ വരുന്നുണ്ട്. മനസ്സിലായി? അത് കലക്കനല്ല, അത് മോഹൻലാലായിട്ട് കത്തിക്കുമല്ല. എന്തോ ഒരു സിനിമ. അതൊക്കെ പറയുമ്പോൾ ഈ സാധനം വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ പലതും പറയാറുണ്ട് ഇവിടെ വന്ന്. ഇപ്പൊ മോഹൻലാൽ വന്നിട്ട് പറയും 99% ഓഫ് തെലുങ്ക് മൂവീസ് ഹിറ്റ് ആവുന്നതിന് കാരണം ആ പ്രേക്ഷകർ എന്തിട്ടാലും കാണുന്നോണ്ടാന്ന് പറയുന്ന പോലത്തെ മണ്ടത്തിലൊന്നും അല്ലത്. പ്രേക്ഷകരെ കളിയാക്കുന്നുണ്ട്. പോരാത്തിന് പ്രേക്ഷകരെ കളിയാക്കി ഓൾറെഡി, അതൊക്കെ മണ്ടന്മാരാന്ന് പറഞ്ഞു. അവിടുത്തെ സിനിമകൾ വിജയിച്ചവരെയൊക്കെ എന്തോ കളിയാക്കലാക്കിയത്.
ബാലയുടെ പടമൊക്കെ ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ബാലയുടെ പടം ഓടുന്നുണ്ടെങ്കിൽ എന്റെ പടം പക്ഷെ ബാലയുടെ പടം ഓടുന്ന രീതി വേറെ ആടും. അങ്ങനത്തെ ഒരു പ്രേക്ഷകരുണ്ട്. ഇവിടെ ആ ഓഡിയൻസ് ഭയങ്കര വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഈ ആന്ധ്രാപ്രദേശ് പോലത്തെ സ്ഥലമേ, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്നൊക്കെ പറയുന്ന സാധനത്തിനൊരു ഭയങ്കര ജാതിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു സ്റ്റേറ്റാ. മനസ്സിലാവുണ്ടോ? ഈ സിനിമാ നടന്മാരിൽ ഇന്ന ജാതിപ്പെട്ട ആളെന്നുള്ള ബോധത്തിൽ നിൽക്കുന്ന ആൾക്കാരവര്. ഇന്ന ജാതിപ്പെട്ട ആളുടെ ഒരു സിനിമ ഇറങ്ങിയ ഇന്ന ജാതിപ്പെട്ട ആളുടെ ഒരു സിനിമ അപ്പൊ തന്നെ ഇറക്കിക്കൊള്ളണം, അങ്ങനെ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നു. എന്നിട്ട് അവരെല്ലാവരും അത് പോയി കാണും. മറ്റേ ഇവിടുത്തെ നമ്മുടെ മറ്റവരെ പോലെ ഏതാ മറ്റേ ക്നാ പോലെയാണ് ഇവര്. എവിടെ ചെന്നാലും ക്നായ, ലോകത്ത് എവിടെ ചെന്നാലും ക്നായായിട്ട് ജീവിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമുണ്ട്. വേറെ സംഭവം പറയാം. അതായത് ഇപ്പോൾ ഈ തരത്തിൽ അങ്ങനെ പടങ്ങൾ വിജയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ച പടങ്ങൾ സംവിധാനം ചെയ്തവരും അതിനകത്ത് അത്രയും എന്തൊക്കെ ചെയ്ത ആ സിനിമ എടുത്തവരെ മൊത്തത്തിൽ അവഗാനിച്ചില്ലേ? അതെ. ഇപ്പൊ ബാഹുബലി അവിടെ ഹിറ്റ് ആയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പറയാം, അവിടെ പൊട്ടന്മാരായ പ്രേക്ഷകരുള്ളതാണ്. മോഹൻലാൽ പറയുന്നത് മനസ്സിലായോ? അത് തന്നെ ഇവിടെ മണ്ടന്മാരല്ലേ മൊത്തം എന്തിട്ടാലും കാണുന്നുണ്ട്. അപ്പൊ പിന്നെ വിജയിക്കായിരിക്കും. അല്ലേ വേണമെങ്കിൽ വേറെ എന്തെല്ലാം പടങ്ങളാണ്. അല്ല, ഇയാൾക്കെന്നാ അവിടെ എങ്ങാനും പോയി അഭിനയിച്ചുകൂടെ? അതും ശരിയാ. എന്തിനാ ഇവിടെ കിടന്ന് പൈസ കൊടുക്കുന്നത്? അവിടെ എടുക്കുക. ഇതിപ്പോ വേറെ രാജ്യമൊന്നും അല്ലല്ലോ. ശരിയാ, കാശ് മുഴുവൻ അവിടെ പോയി. അല്ല, അവിടെ പോയി അഭിനയിക്കും. ഞാൻ ഇച്ചിരി കിട്ടി റോൾ ചെറുക്കൻ കിട്ടുള്ളൂ, അതാ കുഴപ്പം. അത് പറഞ്ഞ പുള്ളി അവിടെ നിന്ന് അടിച്ച ഇതാണ് വർത്താനം. മനസ്സിലായോ? ഇതെന്തൊരു പരിപാടിയാ? അങ്ങനെയൊക്കെ ചിന്തിക്കാവോ? അല്ല, പുള്ളി ചിന്തിച്ച വേറെ എന്തോ. പക്ഷെ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ബന്ധമില്ല. അങ്ങനത്തെ ആൾക്കാർ വന്ന് പറയുന്നത് ഇവിടെ വലിയ കാര്യത്തിൽ ഇതേപോലെ തന്നെ പോസ്റ്റർ അടിച്ച് ഏതെങ്കിലും ഒരു ന്യൂസുകാർ, റിപ്പോർട്ടർ, 24 എന്നോ മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചങ്ങ് പോസ്റ്റർ അടിച്ചങ്ങ് വിടുക. ഒന്ന് ഇവിടെ ഇരിക്കുന്ന ഇവിടുത്തെ ആൾക്കാർ ഒന്ന് ആലോചിച്ച്. അപ്പൊ ഇവിടെ പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടുത്തെ പ്രേക്ഷകർ പോയി എന്തിട്ടാലും കണ്ടോണം. അല്ലേ? ശരിയല്ലേ? കാരണം എന്നാ അവിടെ അങ്ങനല്ലേ? പിന്നെന്താ ഇവിടെ ഇങ്ങനെ? ഇവിടുത്തെ പ്രശ്നം അപ്പൊ എന്റെ അല്ലല്ലോ. ഞാനിവിടെ അഭിനയിച്ചു, സംവിധാനം ചെയ്തു, പടം പൊട്ടി. അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? അപ്പോ നാട്ടുകാർക്ക്. പോരാത്തിന് റിവ്യൂ പറഞ്ഞാൽ പറയാം എഡിറ്റിംഗ് പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ 40 വർഷമായിട്ട് ഉണ്ടാക്കുക, എനിക്കറിയാം. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സിനിമ ഇങ്ങനെ സിനിമ സംവിധായകൻ ബറോസ് ആണ്, ഇനി ആര് ചെയ്തില്ല, രണ്ടാമതായി പോകും. ഇങ്ങനത്തെ ഊളത്തരങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ നടക്കുക. താൻ ആലോചിക്കുക, എവിടെ ചെന്നാൽ ഇയാളുടെ ഈ വർത്താനം എങ്ങനെ ശരിയാവുന്നേ? ഇന്നോ 40 വർഷമായിട്ട് സിനിമയിലുള്ളതാണ്, മറ്റേതാണ്, മൊന്നെ എല്ലാം അറിയാവുന്ന ആളാണ്, കംപ്ലീറ്റ് ആണ്, ഭയങ്കര 7ാം നമ്പർ നാളെ ഭയങ്കര നടനാ, എല്ലാം ചെയ്യും, എല്ലാ കല അറിയാവുന്ന ആളാന്നാ പറയുന്നത്. പക്ഷെ ഇതറിയത്തില്ല. ഇത് മാത്രം മനസ്സിലായിട്ടില്ല. ഇതറിയത്തില്ല. പണം പൊട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ 100 കാരണമാണ് പണം പൊട്ടുന്നതിന്. നാട്ടുകാരെ പ്രധാന പിന്നെ റിവ്യൂവേഴ്സ് കാരണം പടം പൊട്ടിച്ചെന്ന് പറഞ്ഞ് കുറച്ചാൾ തേണ്ടി നടക്കണം. എന്തോ അത് നിർത്തിയായാലും റിവ്യൂവേഴ്സ് ആണ് പടം പൊട്ടിക്കുന്നത്. ഇപ്പൊ പടം പൊട്ടിക്കുന്ന ആരാണോ എന്തോ ആറാട്ടനും പെരേര് ഒരു ഗതികേട് നോക്കിക്കോണേ. അല്ല, ഇവരുടെ ഒരു ഗതികേട്. ഇവര് ഇത്രയും കിടന്ന് ഈ ഒരു സിനിമ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഈ കിടന്ന് ഇത്രയും കിടന്ന് പറയേണ്ട വരും ഇവർക്ക് ഇങ്ങനെ കിടന്ന്. എന്റെ സംശയം പൊട്ടിക്കാൻ വേണ്ടി പടം എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. മോഹൻലാലിനെ പോലത്തെ ഒരാൾക്ക് എങ്ങനെ സ്ക്രിപ്റ്റ് കിട്ടുന്നില്ല? കള്ളപ്പണം. അല്ലെ മോഹൻലാലിനെ പോലെ ഒരാൾക്ക് എന്തുകൊണ്ട് നല്ലൊരു സിനിമ എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ എന്തോ പരിപാടിയാണ്. അത് പൊട്ടുന്നതിൽ എന്തോ ലാഭമുണ്ട്. അതേ ഉള്ളൂ. അല്ലേ, അത് നടക്കത്തില്ലടോ. ഇത്രയും വർഷത്തെ പരിപാടി, ഇത്രയും ഹോൾഡ്, ഇത്രയും സെറ്റപ്പ്, സിനിമ തിയേറ്റർ എല്ലാം ഇവരുടെ അണ്ടറിൽ, എന്നിട്ട് അവസാനം കൊണ്ട് ഇങ്ങനെ ഒരു ലൊടുക്ക് പണി കാണിച്ചിട്ട് എന്താ കാണിക്കുന്നത്? ആ പടം പൊട്ടുമെന്ന് അറിയാന്നേ. ഇത് കേട്ടാ ഇത് പൊട്ടുവന്ന്. ഇത് ഇങ്ങനത്തെ ഒരു ഈ മോഹൻലാൽ മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഇങ്ങനത്തെ ഒരു മേഖല ആയതുകൊണ്ട് ഇയാളുടെ ഒരു പ്രസക്തി ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് അയാളുടെ ആക്ടിങ് സ്കിൽസ് വെച്ചിട്ടാ. അല്ലാതെ ഈ പണിക്കകത്ത് കള്ളപ്പണി കാണിച്ചിട്ട് പണം ഉണ്ടാക്കുന്നതല്ല പരിപാടി. അതിനകത്തൊരു പൊട്ടത്തരമുണ്ട്. തന്നെ കുറെ കാലം കഴിയുമ്പോഴേക്കും ഭയങ്കര കോമഡി ആയിട്ടായിരിക്കും ആൾക്കാർ എടുക്കുക. മനസ്സിലാവും. ഒരു ലാല് ഇവിടെ ഇങ്ങനെ പറയുന്നു, വേറൊരു ലാല് അപ്പുറത്തിരുന്ന് ഒരു ലാല് ഇവിടെ ഇരുന്ന് കൊള്ളാവുന്ന ഐറ്റമൊക്കെ പറയുന്നു, വേറൊരു ലാല് വേറെന്തൊക്കെയോ പറയുന്നു. അല്ല, ഈ പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് വളരെ കുറച്ച് വരും. അതിനിടയ്ക്ക് സുരേഷ് ഗോപിയുടെ മോൻ വന്നിട്ട് പറയാ, എന്താ പ്രേക്ഷകരാണ് അച്ഛനെ സൂപ്പർ സ്റ്റാർ ആക്കിയത്, എന്തെങ്കിലും ഞാനും ഒരു സൂപ്പർ സ്റ്റാർ ആകുമെന്ന് പ്രേക്ഷകർ പറഞ്ഞിരുന്നെങ്കിൽ പ്രേക്ഷകർ എങ്ങനെ കണ്ടാലും. അല്ല, പിന്നെ പ്രേക്ഷകരല്ല സുരേഷ് ഗോപി വീട്ടുകാർ കുടുംബക്കാരാണോ സൂപ്പർ സ്റ്റാർ ആക്കിയത്? അല്ല, NSS ആണോ? അയ്യോ, ഭയങ്കര നായരാ. എന്തിനാട്ടെ? അല്ല, ബ്രാഹ്മണ ആവാൻ ആഗ്രഹിക്കുന്ന നായരാ. ഞാൻ പറയും ഇവന്മാർക്കൊക്കെ ഇവിടെ ജാതി പറയാമെങ്കിൽ ഇവരൊക്കെ ജാതിക്കാരായിട്ട് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ജാതിക്കത്തോട്ടം, ജാതിഭേദം, മതദ്വേഷം. അത് കേട്ടല്ലേ? ഇല്ല. ദാസേട്ടന്റെ കേട്ടല്ല? ഏതുമില്ലാതെ സർവരും സോദരത്വേന ത്വാന്നുള്ളത് പുള്ളി മറ്റേ എഴുതി കാണിക്കുന്ന പോലെ പാടുന്നത്. മനസ്സിലായോ? ഈ
ത്വാന്നുള്ള ലെറ്റർ ഉണ്ടല്ലോ, താഴെ അടിയിൽ ഇതിങ്ങനെ ഇടണ ഒരു സാധനം, ത്വാ എന്നാവൂലേ, അത് പുള്ളി അങ്ങ് എഴുതുന്ന പോലെയാ. സോദരത്വേന എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ, താഴെ അടിയിൽ ഇത് ത്വാ, ഓക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പാടുന്ന ഒരു പ്രത്യേകത ഉണ്ട് ഇയാൾ ഭയങ്കര മലയാളിയാണ്, ഫോട്ടോ വെച്ചിന്ന് തന്നോളൂ. പക്ഷെ വർത്താനം പറഞ്ഞാൽ തീർന്നട്ടാ, സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നേച്ചാ പോയേച്ചാന്നൊക്കെ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നുണ്ട് വല്യപ്പൻ. പക്ഷെ ഈ പറഞ്ഞാലും ശരിയല്ലേ, അല്ലെ ആക്ടേഴ്സ് വന്നിട്ട് ഇടയ്ക്ക് പണ്ട് ജിം മോറിസൺ എന്ന് പറഞ്ഞൊരു പാട്ടുകാരനുണ്ടായിരുന്നല്ലോ, അയാൾ ഇങ്ങനെയാ, അയാൾ പാടുന്നതിനിടെ ലിറിക്സ് പുള്ളി തന്നെ അങ്ങ് ഉണ്ടാക്കി അങ്ങ് അടിച്ച് ഹിറ്റാ. പുള്ളി എപ്പോഴും അങ്ങനെ ഡ്രഗ്സും ഒക്കെ ഉണ്ടാകുന്നു. അപ്പോ അവിടെ ചെന്ന് ഇതുപോലെ ഇയാൾ പാടുമ്പോ അറിയാം ഈ ഡ്രംസും ഗിറ്റാറും ഒക്കെ വേറെ പോലെ വരും. അപ്പൊ ഇയാൾക്ക് തോന്നിയ പോലെ ഇയാൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, എന്തൊക്കെയോ പറയും. അത് കഴിയുമ്പോൾ പിന്നെയും പാട്ട് കയറി വരും. ഇങ്ങനെയൊക്കെ ചെയ്യുക പറയുന്നവരുണ്ട്. അതിനകത്തൊരു വെറൈറ്റി ഉണ്ടില്ലെന്നല്ല, അത് ആ സ്ഥലത്ത് അവർക്കത് ഇത് ലൈവിലായതുകൊണ്ടേ അതൊരു വേറെ തരം പെർഫോമൻസ് ആയിട്ട് മാറുന്നു. ഈ ലൈവ് പെർഫോം ചെയ്യാന്ന് പറയുന്നത് അത് ഒറ്റയ്ക്കുവാ. അതിനകത്ത് വേറെ കാര്യമുണ്ട്, ഈ പുറകെ നിൽക്കുന്ന ഈ എന്താ പറയണ്ടേ, ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും കൊണ്ട് നിൽക്കുന്നവർക്ക് ഇത്തിരി പാടായിരിക്കും. ഓർക്കസ്ട്ര അവർക്ക് ആ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് നടക്കത്തുള്ളൂ. അവര് പിന്നെ കിടന്ന് പാടുപെടുക, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ശരിയാ, വെറൈറ്റി ആണ്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ സിനിമയിൽ ഇതൊക്കെ സ്ഥിരമായിട്ട് അങ്ങ് ചെയ്യുക, ഞാൻ എങ്ങനെയാണെന്നുള്ളൊരു സംഭവമായി പോയി, ഞാനൊരു സംഭവമാണ്, അങ്ങനെ ഒരു സംഭവം എല്ലാവർക്കും തോന്നുള്ളൂ. അതൊരു ഭയങ്കര ഒരു വല്ലാത്ത, അത് ഈ നടന്മാർക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും സംഭവമാണെന്നാ തോന്നിയത്. അതായത് ഒറ്റ ഡയലോഗ് തീരും അത്. അതെ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്ന ആക്ടർക്കും കൂടി മനസ്സിലാവുന്ന പോലെ റെഡിയാക്കി നിർത്തിയാലാണ് ഈ സാധനം ചെയ്യുമ്പോൾ കുറച്ച്, അല്ലെങ്കിൽ ആ മിനിമം അതെന്താണ് സാധനം മനസ്സിലായി. ഇപ്പം സ്ക്രിപ്റ്റ് കയ്യിലുണ്ടാവുമല്ലോ, അതിനകത്തൊരു സാധനം ഉണ്ടാവുമല്ലോ, അതാണല്ലോ കാണിക്കേണ്ടത്. അതിനകത്ത് പിന്നെ എക്സ്ട്രാ ഒരു സാധനം കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂസ് ആവുമല്ലോ. ഈ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം അത്. ഇപ്പം നമ്മളൊരു ഡയലോഗ്, ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തീരുമാനിച്ചിരിക്കുക. ഞാനിത് പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ, ഈ ഡയലോഗ് പറയുന്നതിൻ്റെ ഇടയിൽ ഞാനത് മനസ്സിലാക്കി അതിന് മറുപടി പറയാൻ ഞാനും പഠിച്ചിട്ടുള്ള ഡയലോഗും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എക്സ്ട്രാ ഒരു സാധനം കയറ്റി, പുതിയൊരു സാധനം കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ അങ്ങനെ പറയുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ എൻ്റെ മുഖത്ത് വരും. ക്യാമറ ഒന്ന്, രണ്ട് വേറെ സാധനം കൂടി വരും. ഇയാള് ഞാൻ പിന്നെ അതിന് റെഡി ആവണം, അത് അനലൈസ് ചെയ്യണം, അതെന്താ പറഞ്ഞതെന്ന് പറ്റത്തില്ല, എടുക്കേണ്ട വരും. അത്ര സമയം മിസ്സാവും, ലാഗ് വരും അതിന്. പറ്റില്ല. എന്താ കാര്യം അറിയോ, ഇവിടെ നീ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് കുഴപ്പമുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അതെങ്ങനെ കണ്ടിന്യൂ ആവാൻ പറ്റത്തില്ല. അവര് ഡയലോഗ് പഠിച്ച് നിൽക്കുന്നവരല്ലേ. അല്ല നമ്മൾ ഈ കളിക്കുന്ന പോലെ, ഇപ്പൊ ഈ നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്ന പോലെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന പോലത്തെ കാര്യങ്ങൾ ഇട്ട് കളിക്കുന്ന സംഭവമാണെങ്കിൽ ഓക്കെ, അത് കുറച്ചൊരു ക്ലിപ്പിലൊക്കെ പറ്റും. ഒരു നമ്മൾ എത്ര മിനിറ്റ് വരെ ചെയ്ത് കാണും? മാക്സിമം ഒരു 15 മിനിറ്റ് അല്ലേ? നമ്മളൊരു 1.5 ഇല്ല, അതല്ല, മറ്റേ സ്കിറ്റും ഇന്നലത്തെ JSK 20 മിനിറ്റ്സ് ഒക്കെ മാക്സിമം 15 മിനിറ്റ്സ് നമ്മൾ നിന്നിട്ടുള്ളൂ. അങ്ങനെ പരസ്പര ധാരണയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെ പറഞ്ഞിട്ട് എന്നാ കണ്ടിന്യൂറ്റി ഉള്ളത് പോലെ തോന്നുന്ന ഒരു സ്പോണ്ടേനിയസ് പരിപാടി നടത്തിയേക്കുന്നത്. അത് അങ്ങനെ തന്നെയാ, നമുക്ക് ഒരു സ്ക്രിപ്റ്റും ഇല്ല, പ്ലാനില്ല, അത് കുഴപ്പമില്ല. അവിടെ എന്ത് വേണേലാവും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാം, വേണം എന്തെങ്കിലും കാണിക്കാം. ഒരാള് നിന്ന് പോയാൽ അപ്പുറത്ത് വേറെ എന്തെങ്കിലും പറയാം, പരസ്പര ബന്ധമില്ല പറയാം. എന്നിട്ട് ഇത് കണക്ട് ചെയ്യുമോ എങ്ങനെയാണെന്ന് നമുക്കത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ വർത്താനം പറയുന്ന പോലെ അല്ല, നമ്മളവിടെ ശരിക്കും പറഞ്ഞാൽ നിന്നൊരു സീൻ അങ്ങ് അഭിനയിക്കുന്ന പോലെയൊക്കെയാ ചെയ്യുന്ന പലതും. അത് ഓക്കെയാ, അതിന് അതേ ഉള്ളൂ. അതിനകത്ത് പ്ലാനിങ് ഇല്ല, ഡയലോഗ്സ് ഒന്നും ഇല്ല, ഒരു ഐഡിയ ഇല്ല, ചുമ്മാ പറഞ്ഞു പോകുന്നു. ഇത് അങ്ങനെയാണോ? ഇത് വലിയൊരു സ്ക്രിപ്റ്റ് അല്ലേ? ഒരു സിനിമ മൊത്തം ആ ഡയലോഗിന് പ്രസക്തി ഉണ്ടാക്കുന്നത്. നല്ലൊരു രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നതെങ്കിൽ അതിനകത്ത് ഡയലോഗ് ഒന്നും മാറ്റാൻ ഒരുമാതിരിപ്പെട്ട ഡയറക്ടർ സമ്മതിക്കില്ല. അത് ഒരുത്തന്റെ പണി നടക്കത്തില്ല. ഇവർ ഈ കാണിക്കുന്ന എവിടാന്നറിയോ? ഈ ചെറിയ പടങ്ങൾ, കോമഡി പടങ്ങൾ അങ്ങനെയുള്ളത് ഇത് കാണിക്കാറെന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പൊ അടൂർ ബാലകൃഷ്ണൻ അടുത്തോട്ട് ചെന്നിട്ട് അല്ലെ പത്മനാഭനെ പോലത്തെ ഡയറക്ടർ അടുത്ത് ചെന്നിട്ട് ഭരതൻ എന്നൊക്കെ പറയുന്നവർ വരച്ചു വെച്ചേക്കുവാ. അതുപോലെ നിന്നില്ല തന്നെ പുള്ളി പറയാം, അതെ ഇപ്പൊ ശരിയായിട്ടില്ല, ഈ സമയത്ത് നിൽക്കേണ്ട ഇങ്ങനെയല്ല. ഇന്ന് അത്രയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന സ്ഥലത്തൊന്നും നടക്കത്തേ പരിപാടി ഒന്നും. അതാണ് ഈ മോഹൻലാലൊക്കെ പല ഡയറക്ടർമാരുടെ അടുത്ത് എത്തുമ്പോൾ നല്ലപോലെ പെർഫോം ചെയ്യുന്നു പറയുന്നത്. കാരണം ഇവനെ അനക്കത്തില്ല, മനസ്സിലായി. മറ്റൊന്നും ചെയ്യാൻ തോന്നിയ പോലെ മമ്മൂട്ടിയൊക്കെ ആണെങ്കിലും ചില കൂളിംഗ് ഗ്ലാസ് വെക്കത്തില്ല, വെക്കൂന്നൊക്കെ പറയുന്ന ഒന്നും കൊണ്ട് മറ്റൊരു ഇറക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? നല്ല ഡയറക്ടേഴ്സ് ആണ്, മര്യാദയ്ക്ക് തന്നെ ഇവർ അഭിനയിക്കുന്നത്. അത് ഇച്ചിരി കുറഞ്ഞു പോയി, ഇവനെ എന്ത് പറഞ്ഞാലും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ കഴിവ് ഇങ്ങനെ വരാൻ തുടങ്ങും. പിന്നെ ഇവനും കഴിവ് കാണിക്കണ്ടോ ഇടയ്ക്കൊക്കെ. അപ്പൊ എന്ത് ചെയ്യും? ഈ ചെറിയ പടങ്ങളിലൊക്കെ കയറി മുട്ടനാകുക, മുറ്റിക്കും. എന്നാ പിന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തേക്കാം, അപ്പൊ അങ്ങ് മാസാ ഞാൻ വെള്ളത്തിനടി കുറച്ചേരം മുങ്ങി ഇരുന്നിട്ട് പൊങ്ങാം.
അപ്പൊ അപ്പുറത്തേക്കുന്ന പുള്ളി ഇവര് രണ്ടും സിങ്ക് ആണല്ലോ, ഒരു സെറ്റ് ആണല്ലോ. പൊളി പൊളി, ബാക്കിയാ നോക്കിക്കോളാം, മ്യൂസിക് തകർത്തോ. വേണ്ടത് ഇവിടെ ഉള്ള പാണങ്ങൾക്കാണെങ്കിൽ ലാലേട്ടൻ എന്ത് ചെയ്താലും ഇഷ്ടമാ. ലാലേട്ടൻ ചെയ്യുമ്പോഴാണ് ശരിയാകുന്ന രീതിയിലാണ്. ഈ മമ്മൂട്ടിക്ക് ഉണ്ടല്ലോ ഇതേ പ്രശ്നം. അതെ, കോസ്റ്റ്യൂംസും പുള്ളിയുടെ സ്റ്റൈലും അതൊക്കെ വരുന്നത് ഭയങ്കര വിഷയമാണെന്നാ പറയുന്നത്. ചില സിനിമകൾ കണ്ടാ അറിയാം, കഥാപാത്രത്തിൽ നിന്നും ചേരുന്ന രീതിയിലല്ല പലതും സെറ്റ് ചെയ്ത്. പുള്ളിക്ക് വേറെ സാധനമൊക്കെ ഉണ്ട്. പുള്ളിക്ക് ഇപ്പൊ താനും ഇയാളും ഇരിക്കുന്ന സ്ഥലത്ത് താൻ കൊള്ളാവുന്ന കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒരു ചെറിയ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നല്ലേ, അത് ആ പ്രായത്തിൽ പ്രത്യേകിച്ച്. ഇപ്പൊ അതില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ പ്രായം ഒത്തിരി ആയില്ലേ, മടുത്ത് കാണും. എന്തല്ലേ 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 കമന്റ് അതെ എന്തായാലും വെച്ചിട്ട് ഓക്കെ അത് വിട്ടേക്ക്. എന്തല്ലേ 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 എല്ലാം വേറെ കാര്യമുണ്ട്. തന്റെ എന്താല്ലേ ഇല്ലേ, എന്താല്ലേ അതാ എടുത്തത് ശരിക്കും. ചുമ്മാ പറയാം, അതെടുത്താ അതാണ് ആടോ അങ്ങനെ പറഞ്ഞു. പറഞ്ഞു എന്താല്ലേ, അതെനിക്കറിയത്തില്ല. അത് പറഞ്ഞു. അങ്ങനെ ഒരു സാധനം വൈകിയാണ് സംഭവം. ഞാൻ സത്യത്തിൽ ഉണ്ടല്ലോ ഒരു 2-3 ദിവസം കൊണ്ട് നല്ല കമ്പനിയായി. അങ്ങനെയൊക്കെയുള്ള ആളാ, അടിപൊളിയാ. നമ്മള് ഇൻസ്റ്റ വന്നുകൊണ്ട് കാണാൻ പറ്റും. ഈ കമന്റ്സിലൊന്നും വന്നാൽ നമ്മൾ അറിയാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വന്നാൽ പരിചയപ്പെടും, അല്ലാതെ ആരെയും പരിചയപ്പെടാൻ പറ്റത്തില്ല. യൂട്യൂബിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഫേസ്ബുക്കിൽ നമ്മളിപ്പോ പേജിനകത്ത് വന്ന് മെസ്സേജ് അയക്കുന്ന ആൾക്കാരായിട്ടൊക്കെ ഒത്തിരി മനുഷ്യരോട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാം നമുക്ക് സംസാരിച്ച് ചെയ്യുമ്പോ ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ്. നമ്മൾ ഈ നടനും പെർഫോമൻസ് ഒന്നും അല്ലല്ലോ, നമ്മളിത് റിയൽ ആയതുകൊണ്ട് അവിടെ വരുമ്പോൾ അവർക്ക് വേറൊരാളെ സംസാരിക്കുന്നവരെ തോന്നത്തില്ല. അതേസമയം മറ്റേന്ന് വെച്ചാൽ ഇപ്പൊ ദുൽഖറിനെ കണ്ടിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ദുൽഖറിന്റെ അടുത്ത് ചെയ്യുമ്പോൾ ദുൽഖർ വേറെ എന്തോ സാധനമായിരിക്കും. പൃഥ്വിരാജിന്റെ ഒക്കെ അടുത്ത് നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും അവസ്ഥ. ദുൽഖറൊന്നും അല്ല, ഇടപെടലൊക്കെ വേറെ സെറ്റിൽ ഇപ്പൊ നമുക്കറിയുന്ന സിനിമാക്കാരൊക്കെ ഉണ്ട്. ഇവര് പെർഫോം ചെയ്യുന്ന കണ്ടിട്ടാ ഇവര് പല ആരാധകരാണ്. നമുക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ. അതെ അതെ, നമ്മൾ ഇത് തന്നെ ആയതുകൊണ്ട് അവര് വേറൊരാളെ വരുമ്പോ ഒരുപാട് വർഷം പരിചയമുള്ള ഒരാളോട് അതാണ് അതിന്റെ വ്യത്യാസം. ഇവിടെ പല ഇവിടത്തെ യൂട്യൂബർമാരെ കണക്കാ അവന്മാർ ഈ പറഞ്ഞ വേറെ സാധനം കാണിക്കും, സെലിബ്രിറ്റി ആയി കളയും. അവന്മാരല്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് അവരതാണെന്ന് പറഞ്ഞ് വിശ്വസിക്കും. തമാശല്ലോ, ഇവിടെ ഇതാണെന്നോണ്ടിരിക്കുന്നത്. എന്നെ പരിചയപ്പെട്ട ആർക്ക് ഇന്നേ വരെ ഇത് അയാളല്ലെന്നോ ശാന്തനാന്ന് പറയും. ഈ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ല, ബഹളം കുറവാണ്. ഇതൊക്കെ തന്നെ ആളാണ്, ഇത്രേ ഉള്ളൂ. അല്ല വേറെ ഒന്നും നമ്മുടെ ഇറങ്ങാനും കേറ്റാനും ഇല്ല. അവിടെ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് ഇതാണ്ട് കിടക്കുന്നു. അതേപോലെ തമാശയൊക്കെ പറയുമ്പോൾ അത് തന്നെ. അല്ലാതെ വേറെ ഈ കലിപ്പ് സീൻ ഒരിടത്തും നമ്മൾക്ക് ഇല്ല പുറത്ത്. നോ കലിപ്പ്, ഓൺലി കോമഡി അവിടെ നമുക്ക് ഒരു ടെൻഷൻ. അത് കൊള്ളാം. ഇനി അങ്ങനെ പറഞ്ഞാൽ ബിസിനസ്, എന്ത് ബിസിനസ്? എന്റർടൈൻമെന്റ് ബിസിനസ്. അത് കൊള്ളാം. അയ്യോ, അതെ, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താല്ലേ അപ്പൊ പറഞ്ഞു തന്ന കാര്യം, ഇപ്പൊ ഇനി അഭിനയിക്കുന്നിടത്ത് ഈ സാധനം വീണ്ടും ഒരു പ്രശ്നം വരുമോ? ഇയാളിത് ഇട്ടത് എല്ലാം അങ്ങ് ശരിയാവണമെന്നില്ല. തനിക്ക് മനസ്സിലായോ? ചിലയിടത്ത് ഇത് അങ്ങ് ഒക്കുക, ചിലയിടത്ത് ഒക്കത്തില്ല. അങ്ങനെ വരുമ്പോ ഈ ഒക്കാത്ത സാധനങ്ങൾ നോക്കുമ്പോ എന്തൊരു നഷ്ടം ഉണ്ടാക്കി. എല്ലാം അങ്ങ് പെർഫെക്റ്റ് ആവുമോ? എല്ലാം പോട്ടെ, ഇത് ചെയ്ത് തീർക്കുക. അത് തീർത്ത് കഴിഞ്ഞിട്ട് പറയാം നമുക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നു, എല്ലാവരോടും ഡിസ്കസ് ചെയ്യുക അല്ലേ, അതിന് ബാക്കി എങ്ങനെയാന്ന് നോക്കുക. അപ്പൊ ഓക്കെ, വീണ്ടും നമുക്ക് ഒന്നുകൂടി എടുക്കാം. അതിന് പിന്നെ ഉണ്ട് മര്യാദ. അതേസമയം ഒത്തില്ലെങ്കിലുള്ള സ്ഥലത്ത് ഇവിടെ ഇത് രക്ഷപ്പെടും, മറ്റുള്ളവർക്ക് അത്രയും പണിയെടുക്കേണ്ടി വരത്തില്ല. അതേസമയം ഒത്താൽ വീണ്ടും ശരി എടുക്കുന്നതിന് അർത്ഥമുണ്ട്. അവര് എല്ലാവരോടും തീരുമാനിക്കും, എല്ലാവരും ഹാപ്പി ആയിരിക്കും അല്ലേ. പക്ഷെ ആദ്യത്തെ പണി തീർക്കാതെ ഈ സാധനം ഇറക്കരുത്. അത് റോങ്. അതാണ് പറയുന്നത്. ആ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ചെയ്യുന്ന പണികളായിരുന്നു. വളരെ അതും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യത്തുള്ളൂ. ചുമ്മാ ഇവരുടെ ഒക്കെ ഒരു കൂളായിട്ട് ഇവരെന്തോ കള്ളൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് മിക്കതും പണ്ട് കള്ളല്ലേ, എന്നിട്ട് കാണിക്കുന്ന വേലകളായത്. എന്നിട്ട് ഇതുകൊണ്ട് നഷ്ടങ്ങൾ ഒരുപാട് ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ട് പലയിടത്തും നഷ്ടമായിരിക്കും. കാരണം എല്ലാം ഒക്കത്തില്ല. അങ്ങനെ അത് വേണ്ടെന്ന് വെക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകത്തില്ലേ. അതിനൊരു അതൊക്കെ ചിന്തിക്കാൻ ഈ പറഞ്ഞവന്മാർ ഇത് ഈ ഒരു പോസ്റ്റ് കൊണ്ട് അങ്ങ് തീരത്തുന്ന വിഷയമൊന്നും അല്ലത്. ഇത്രയും കാര്യങ്ങളുണ്ട്.
എന്തൊക്കെ ചിന്തിച്ചാലും എങ്ങനെയൊക്കെ ആലോചിച്ചാലും ഇതൊക്കെ ആലോചിക്കണം, അല്ലെ പിന്നെ എങ്ങനെയാ? ഇതൊരു ബിസിനസ്സും കൂടിയാണ്. അതിനകത്ത് നഷ്ടങ്ങൾ എത്ര എടുത്തുണ്ടായി കാണും അല്ലേ? അതെ അതെ. പിന്നെ യുവമാരി കാണിച്ച അഭ്യാസം കാരണം കൊണ്ട് ഇപ്പൊ സുകുമാരിയൊക്കെ പണ്ട് പറയുന്ന സാധനമുണ്ട്. പണ്ട് മുതൽ ഈ സാധനം ഉണ്ടോ, ഈ അടൂർ ഭാസിക്കൊക്കെ ഈ പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറയണേ. ഭാസിയൊക്കെ കയ്യിൽ നിന്നിട്ട് കയ്യിൽ നിന്നിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്നിടുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് ഭാസിനെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. ഈ അടൂർ ഭാസി കാലഘട്ടത്തിൽ സംഭവമാണ്. എടോ ആ കാലഘട്ടം എന്നൊക്കെ പറയരുത് അജു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ ലോകത്ത് വേറെ സിനിമകളൊക്കെ ഉണ്ട്. ഇവിടെ നടത്തുന്ന പരിപാടിയാണ് ഞാൻ ഈ പറയുന്നത്. കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റും. അതാ പറഞ്ഞത്, ഇവിടുത്തെ പരിപാടിയുടെ നിലവാരം അത്രേ ഉള്ളൂ. അതങ്ങനെ സംഭവം അല്ല. അവർക്ക് വേറെ കാര്യം ഉണ്ടോ? താൻ എന്താ വിചാരിച്ചു ഇപ്പൊ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഇവിടെ ഒരു പടം ഇറക്കി ഇവിടെ ആര് കാണാനാ? അല്ല, പടമൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എടോ അത് കുറച്ച് വന്നത് വല്ലപ്പോഴും വന്നാൽ അത്രയും പ്രേക്ഷകർ മാത്രം ചെന്ന് കണ്ടാലേ കാര്യമുള്ളൂ. അല്ലാതെ താൻ വിചാരിക്കുന്നവർ ഇവിടുത്തെ ഈ ഊളകൾക്ക് ഈ മോഹൻലാലിന്റെ ആരാധകർ തന്നെ പാലൊഴിക്കുന്നവനും തേനൊഴിക്കുന്നവനും ഒക്കെ അന്നും ഇല്ലേ? അവര് ഒതുങ്ങി ഇരുന്നല്ലേ ഉള്ളൂ. അവര് നസീറിന്റെ പരിപാടിയൊക്കെ കണ്ടിട്ട് നസീർ കാണിക്കുന്നതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നുള്ളെന്നാ പറയുന്നത്. നോക്കട്ടെ, അങ്ങനെയല്ല. എന്താണ് ഭാർഗവിക്കാവിലമ്മയാണ് സത്യം. ഭാർഗവിക്കാവിലല്ലോ പിന്നെ മറ്റേ കാവിലമ്മ. കാവിലമ്മയാണ് സത്യം. ഇന്നേക്ക് 44 ദിവസം 41 ദിവസം നിന്നെ ഞാൻ വിവാഹം കഴിക്കും. ഇത് സത്യം സത്യം സത്യം. ശിവൻ സുന്ദരൻ. സത്യൻ ശിവൻ സുന്ദരൻ. ഷമ്മി തിലകൻ ഇയാളെങ്ങനെ ആയിരിക്കും പറയണത്? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, കാരണം ഒരു ഷായും കൂടി വണ്ണം പുള്ളിക്ക്. ഷമ്മി തിലകൻ ഷമ്മി എന്ന് പറയാ. ഇല്ലില്ല, അത് അങ്ങനെ അങ്ങനെ പറയുന്നത് അല്ലടോ. ഈ ഷാ എന്തായാലും പുള്ളിക്ക് ഉള്ളതാണല്ലോ എല്ലാത്തിന്റെയും കൂടെ. അപ്പൊ ഷാ മറ്റേ സത്യം എനിക്കതാ ഇഷ്ടപ്പെട്ടത്. സത്യം. ഈ സത്യവും ഷമ്മിയും മറ്റതൊക്കെ ഉണ്ടല്ലോ. സത്യം, ഇത് സത്യം. ഈ ഷാ ലാലേട്ട എടുത്തുണ്ട്. ശരിയാ. മിസ്റ്റേക്ക് കേട്ടല്ലേ? മിസ്റ്റേക്ക്. ശരിയാണല്ലോ. സിനിമ 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 എന്താ പുള്ളി എങ്ങനെ പറയുന്നത്? സിനിമ എന്ന് പറയത്തില്ല, സിനിമ 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 എന്നാണ്ട് പറയുന്നത്. ശരിയാ. പുള്ളിക്ക് അതുണ്ട്. എന്തോ ചെയ്യാനാന്ന് പറയാ. ഈ ഷമ്മി തിലകനെ ഇഷ്ടമല്ലായിരിക്കും മോഹൻലാലിന്.